ഏതോ കുറെ ആളുകൾ ചേർന്ന് അവരുടെ റീച്ചിന് വേണ്ടി റിയാക്ഷന് വേണ്ടി പോസ്റ്റ് ചെയ്തു. പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിയുണ്ട് വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. പറയുന്നത് രേണുസുതിയാണ് കണ്ടന്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രേണുസുതിയുടെ വീഡിയോയെക്കുറിച്ച് പറയുമ്പോൾ രേണുസുതിയുടെ വീഡിയോ കുൽസിത വീഡിയോ എന്ന് തന്നെ അഭിപ്രായം പറയേണ്ടിയിരിക്കുന്നു. കാരണം പുള്ളിക്കാരത്തിയെ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വെമ്പുകയാണ്. മാറിടം കാണിക്കുന്നു, തൊട കാണിക്കുന്നു, വയറ് കാണിക്കുന്നു, പിന്നെ എന്തൊക്കെയാണ് പുള്ളിക്കാരത്തി ഇപ്പം ചുണ്ട് നക്കി തുടച്ച് വട്ടം ചുറ്റി കറക്കി അങ്ങനെ കാണിക്കുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയവാസം കാണിക്കാൻ വേണ്ടിയിട്ടും ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അകമ്പടിയായിട്ട് സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടിയും കൂടെ തുടങ്ങിയപ്പോഴത്തേന് 180 രൂപ കൊടുത്ത് ഓരോ എണ്ണങ്ങൾ വന്ന് ഈ ഇതുപോലത്തെ ഉള്ള പേക്കൂത്തുകൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുകയാണ്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുണ്ടോ എന്നാണ് ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്ന. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെ ലജ്ജാകരമായിട്ടുള്ളൊരു വാർത്തയാണ്. കാരണം പുള്ളിക്കാരത്തിയെ പണത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളാണ്. എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം 3000-ന് മുകളിൽ ആളുകളാണ് ഈ 180 രൂപ വീതം വെച്ച് മുടക്കി ഈ പുള്ളിക്കാരത്തിയുടെ തൊടയും വടയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഏതൊക്കെ രീതിയിൽ റീച്ച് കിട്ടാമോ, എത്രയൊക്കെ രൂപ സമ്പാദിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളും കാണിക്കും. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അവസാനം എത്തിയിരിക്കുന്നതാണ് ഈ തുണി അഴിച്ച് കാണിക്കുന്ന പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം ഈ ഡ്രസ്സിന് ഇറക്കവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഡ്രസ്സിന് ഇറക്കമുള്ള ഡ്രസ്സാണ് പുള്ളിക്കാരത്തി ധരിച്ചെങ്കിൽ പോലും അത് ചുരുട്ടി കൂട്ടി ഈ മാരടത്തിൻ്റെ അടുത്ത് വരെയും കൊണ്ടുവന്നിട്ട് ഒരു കെട്ടും കെട്ടി വെച്ച് ആണ് ഇപ്പം ഇരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞ് നിക്കറും ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരത്തിയുടെ തൊട കാണാൻ വേണ്ടിയിട്ട് നിക്കറും, അതുപോലെ തന്നെ ആ ടോപ്പിന് ഇറക്കമുള്ള ടോപ്പ് ചുരുട്ടി മടക്കി കെട്ടിവെച്ച് ആ പുക്കിളും മാറിടവും ഒക്കെ കാണിക്കാവുന്ന രീതിയിൽ ഒന്ന് കുനിഞ്ഞ് ഇറക്കി പുള്ളിക്കാരത്തി വന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുപോലൊരു സ്ത്രീ ഇത്രയും നാണവും മാനവും ഇല്ലാതെ എന്തെല്ലാം ഇവരെക്കുറിച്ച് വിമർശനങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഒരുപാട് വിമർശിച്ചിട്ടും പുള്ളിക്കാരത്തിയുടെ തൊലിക്കെട്ടി എന്ന് പറയുന്ന അപാരം തൊലിക്കെട്ടി തന്നെയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും പുള്ളിക്കാരത്തിക്ക് ഇതൊന്നും കൂസലും ഇല്ല. അതുപോലെ തന്നെ ഇതിനെല്ലാം സൈഡ് നിൽക്കുന്ന ഒരു തന്തയും തള്ളയുണ്ട്. ഇവരെയാണ് സമ്മതിക്കേണ്ടത്. ഈ മകള് കാണിക്കുന്ന ഈ നാണംകെട്ട പരിപാടിക്ക് ഇതൊക്കെ ഇവർ തുണി അഴിച്ച് കാണിച്ച് ഇതുപോലെ പണം ഉണ്ടാക്കിയിട്ട് ആ പണം മേടിച്ച് ഓരോന്ന് തിന്നും കുടിച്ച് കൊടുത്ത് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ഈ തന്തയും തള്ളേനെയും ഇവരെ പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ ജനിപ്പിച്ച ഈ തന്തയും തള്ളേനെ ഇതുപോലെയുള്ള ഇതിനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതുങ്ങളൊക്കെ സമൂഹത്തിൽ വന്നിട്ട് ഇറങ്ങി നടക്കും. കഴിഞ്ഞ ദിവസം പള്ളി കമ്മിറ്റി വിളിച്ചു കൂട്ടാൻ പോവുകയാണ്. ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ് എന്നൊക്കെ ഒരു സ്ത്രീ പറയുന്ന ഓഡിയോ കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെ അതുപോലെ ആളുകൾ ഇതുപോലെ പറയുന്നുണ്ട്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇതൊക്കെ വന്നിട്ട് കാണിച്ചു കൂട്ടുന്നത്. ഈ പെണ്ണുമ്പിള്ളയ്ക്ക് ഭയങ്കര തൻ്റെയിടവും അതുപോലെ തന്നെ അങ്ങേയറ്റം അഹങ്കാരവും കയറിയിരിക്കുകയാണ്. ഇതിന് ഒരു നാണവും മാനവും ഇല്ലാതെ മാനവും മാനവും ഒക്കെ വിറ്റ് ജീവിക്കുകയാണ്. അപ്പോൾ ആ സുധി ഒരിടയ്ക്ക് മുഴുവനും സുധി മരണപ്പെട്ടപ്പോൾ സുധിയെ വിറ്റായിരുന്നു ജീവിച്ചിരുന്നത്. എൻ്റെ സുധിച്ചേട്ടൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ പേര് പറയുന്നത്. കാരണം ഈ പുള്ളിക്കാരത്തിയുടെ വായിൽ നിന്ന് തന്നെ ഇത്രയും 24 മണിക്കൂറും സുധിച്ചേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ജപിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരത്തിക്ക് ആ സുധിച്ചേട്ടൻ മരിച്ച ഡേറ്റ് എന്നാന്ന് പോലും അറിയത്തില്ല. പിന്നെ സുധിച്ചേട്ടനെ മരിച്ച ആ ഒരു ആണ്ടായപ്പം ഡാൻസും കൂത്തും കളിച്ച കൂട്ടുകാരെയും വിളിച്ച് കൂത്തും കളിച്ച പുള്ളിക്കാരത്തിയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം കുറച്ച് നാളായിട്ട് ആ സുധിച്ചേട്ടൻ്റെ സംസാരം ഇപ്പം അങ്ങ് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ തുണി അഴിച്ച് കാണിക്കൽ തുടങ്ങിയപ്പോഴത്തേക്കിന് ഇനിയിപ്പോൾ അത് സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പുള്ളിക്കാരത്തിയെ ഇപ്പോൾ ആ ഒരു വാക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. പല രീതിയിലുമാണ് ഇവർ റീച്ചിന് വേണ്ടിയിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് അർമാദിക്കുകയാണ്. എന്തായാലും ഇപ്പം കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത്
ഭയങ്കര കുറ്റമായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാണ് കാണിക്കുന്നേ, എൻ്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല. എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങളുണ്ടായിരുന്ന ലൈവിൽ, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവിൽ. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു എന്താ പറയുക, എന്തുവാ കടിക്കട്ടെ എന്ന് കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റം വൈറലായി, ആ ഒരു വിവാദമായി എന്ന് പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി. അതിന് പറഞ്ഞിരിക്കുന്നത് ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. പിന്നെ അത് തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത ആൾക്ക് വളരെ നന്ദി, ഇതെന്നെ വൈറലാക്കിയതിന് എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ആ കുഞ്ഞ് നിക്കറും ഇട്ട് ആ ടോപ്പൊക്കെ എന്നെ ചുരുട്ടി കൂട്ടി മുകളിലേക്ക് കയറ്റി വെച്ച് അവളുടെ പുക്കിളും കാണിച്ച് മാറിടവും കാണിക്കാവുന്ന രീതിയിലാണ് വന്ന് ഇങ്ങനെ കടന്ന ഒരു പ്രദർശന വസ്തുവായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് എന്തൊരു നാണമില്ലാത്ത സ്ത്രീയാണ്. ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കിന് എന്തെല്ലാം കാണിച്ച് പുള്ളിക്കാരത്തി വൈറലാകാവോ, പ്രദർശിപ്പിക്കാവോ, പണം സമ്പാദിക്കാവോ എന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ്. അല്ലാതെ ഒരു ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുമ്പോൾ ആ ഒരു ഡ്രസ്സ് മാന്യമായിട്ട് വന്നിട്ട് ഇരിക്കും, എന്നിട്ട് അഥവാ കുനിയുവാണെങ്കിൽ പൊത്തിപ്പിടിക്കുന്നത് കാണാം. എന്നാൽ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട്, അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവർ സബ്സ്ക്രിപ്ഷനിൽ വരുമ്പോഴത്തേക്കിന് പൊത്തിപ്പിടുത്തവുമില്ല, ആ ഡ്രസ്സിന് ഇറക്കവുമില്ല. അത് അങ്ങേയറ്റം അന്ന് എക്സ്ക്ലൂസീവായിട്ടുള്ള രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ പുള്ളിക്കാരി ഈ എക്സ്ക്ലൂസീവ് വീഡിയോയ്ക്ക് ആയിട്ട് എടുത്തിടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അങ്ങേയറ്റം അഴിഞ്ഞാട്ട രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ പെണ്ണുമ്പിള്ള കാണിച്ചു കൂട്ടുന്നത്. എന്തോരം ആളുകൾ പറഞ്ഞിട്ടും അവർക്ക് യാതൊരു കൂസലുമില്ല, അവർക്ക് പണം മതി. ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ രംഗത്തേക്ക് പല ആളുകളും കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിനൊരു മൽപ്പിടുത്തം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ നടൻ്റെ ഇളയ മകളായ ഹൻസിക, ആ കൊച്ചിനെക്കുറിച്ച് അങ്ങനെ ആരും ഓർത്തതേയില്ല. അവരുടെ ഫാമിലി വ്ളോഗൊക്കെ കാണുമ്പോഴത്തേക്കിന് അവരുടെ വീട്ടിലെ എല്ലാവർക്കും യൂട്യൂബുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം കൊച്ച് എന്നുള്ള ഒരു രീതിയിലാണ് ആ ഹൻസികനെ കണക്കാക്കിയത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന വ്യക്തികളും ഈ ഇതിന് ഹൻസികേനെ ഒരു ഇളയ കുട്ടിയായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ തികച്ചും ഈ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ രംഗത്തേക്ക് വന്ന കടന്നുവരവ് എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ചെയ്തത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഹൻസികയുടെ വരവ് വന്നത്. അപ്പോഴത്തേക്കിന് ഹൻസികയുടെ ആ ഒരു വരവ് വന്നപ്പോഴത്തേക്കിന് തന്നെ എല്ലാവർക്കും തന്നെ ഈ രേണുസുതിയെ പോലെയുള്ള പല ആളുകൾക്കും ഒരു വെല്ലുവിളിയായിട്ടും ഹൻസിക മാറി. കാരണം ഇത്രയും ചെറിയൊരു പെങ്കൊച്ച്, അതും അറിയപ്പെടുന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടി, കാണാനും സുന്ദരി, അതിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള രംഗങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇതിനേക്കാളും മെച്ചമുള്ളത് അതാണെന്ന് കണക്കാക്കി കുറേ ആളുകൾ ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം രേണുസുതിക്ക് അതറിയാം. പല ആളുകളും വന്നതുകൊണ്ട് ഇപ്പം തൻ്റെ അന്നം മുട്ടരുതെന്ന് കരുതിയാണ് പുള്ളിക്കാരത്തി ഇപ്പം കാണിച്ചു കൂട്ടുന്നത്. അങ്ങേയറ്റം എക്സ്ക്ലൂസീവായിട്ടുള്ള രംഗങ്ങൾ ഓരോ ദിവസം ചെല്ലുമ്പോഴത്തേക്കിന് ഇട്ടുകൊടുക്കുകയാണ്. ഞരമ്പന്മാരായിട്ടുള്ള ആളുകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, എന്താണ് രേണു ചേച്ചി കാണിക്കുന്നത്. പക്ഷെ കുറച്ച് ആറിടത്തിൻ്റെ അവിടെ ഒക്കെ ഒരു ശകലം കാണിക്കുന്നു, വയറ്, പുക്കിള്, പിന്നെ തൊട, അങ്ങനെയൊക്കെ കുറച്ച് കാണിക്കുന്നു. ഇപ്പം ഒടുവിൽ നാവിട്ട് ചുറ്റിച്ച് കാണിച്ച ആ പരിപാടിയും കൂടെയാണ് പുള്ളിക്കാരത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ കണ്ടൻറ്റ്, അതിൻ്റെ അകത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ ചിലപ്പം ഇനി പുതിയ ആളുകൾ വരുമ്പോഴത്തേക്കിനും ഇനിയും പുതിയ രീതിയിലുള്ള പരിപാടിയുമായിട്ട് പുള്ളിക്കാരത്തി കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുള്ളിക്കാരത്തി ഒതുങ്ങിക്കൂടുന്ന ടൈപ്പൊന്നുമില്ല. കാരണം പുള്ളിക്കാരത്തി എന്തിനാണോ റീച്ചിന് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി എന്തും കാണിക്കുന്ന രീതിയാണ്. മീഡിയക്കാരെ വിളിച്ചു വരുത്തി കൂടെ കൊണ്ടു നടന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുക, പിന്നെ അതുപോലെ തന്നെ ആൽബം ഷൂട്ടിങ്ങിൻ്റെ പരിപാടി, അതും റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകൾ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം സബ്സ്ക്രിപ്ഷൻ. എങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരത്തി റീച്ച് ആകാം എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് പുള്ളിക്കാരത്തി കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ഒതുങ്ങിക്കൂടുകയൊന്നുമില്ല. ആര് വിമർശിച്ചാലും ഏത് റിയാക്ഷൻ വീഡിയോക്കാർ പറഞ്ഞാലും പുള്ളിക്കാരത്തി ഇതല്ല ഇതിൻ്റെ അപ്പുറം കാണിക്കാൻ നോക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നീയൊക്കെ ഒന്ന് പോടാവേ, എനിക്ക് പുല്ലാണ് നിങ്ങളൊക്കെ പറഞ്ഞാൽ. എൻ്റെ അച്ഛനും അമ്മയും വരെയും സപ്പോർട്ട് നിൽക്കുന്നു മകളുടെ ഈ അഴിഞ്ഞാട്ടത്തിന്. അപ്പോൾ പിന്നെ നീയൊന്നും പറഞ്ഞാൽ എനിക്ക് യാതൊരു വിഷയവുമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തിയുടെ ഈ ഇപ്പോഴത്തെ രംഗത്തേക്കുള്ള ഈ ഒരു കടന്നുവരവ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിമർശിക്കാവുന്നിടത്തോളം വിമർശിക്കുക. കാരണം ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. കാരണം ഭാവി തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇതുപോലെയുള്ള ഇവളുമാർ ചെയ്തു കൂട്ടുന്നത്.
അപ്പം ഇതൊക്കെ കണ്ടിട്ട് ആണ് ഓരോരുത്തരും ഇപ്പം കടന്നു വരുന്നത്. ഇപ്പം ഞാൻ ഇന്നിപ്പം വീഡിയോ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ഇടുക്കിയിൽ നിന്നും ഒരു പുള്ളിക്കാരത്തി കൂടുതൽ എക്സ്ക്ലൂസീവായിട്ടുള്ള രംഗങ്ങളുമായിട്ട് വരുന്നുണ്ട്. നിഷ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തി. അതിനെ പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മനുഷ്യൻ വന്നിട്ട് കിടന്ന് പ്രസംഗിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരും വീട്ടമ്മമാരും എല്ലാം ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ തുണി അഴിച്ചു കാണിക്കുന്ന പരിപാടി, ഓൺലൈൻ വ്യഭിചാര പരിപാടിയെ ഇപ്പം ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഭാവി തലമുറയിലുള്ള ഈ യുവതികളും ഇതൊക്കെ കണ്ട് അനുകരിക്കും. കാരണം ഇങ്ങനെ കാണിച്ചാൽ പെട്ടെന്ന് റീച്ചാകാം, അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുമല്ലോ. ഇതുപോലുള്ള ഇത് ലൈവ് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഹൻസിക ഉദ്ദേശിച്ചതുപോലെ വ്ളോഗ് ചെയ്യുവാണെങ്കിൽ എഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. അതൊന്നും വേണ്ട. ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടി തുടങ്ങിയിട്ട് ഒരു ലൈവ് പോയി കുലുക്കി മറിഞ്ഞ് കടന്ന് ചാടിക്കാണിച്ചാൽ ഇഷ്ടം പോലെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. പറയുന്ന തുകയ്ക്ക് അവർ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും ചെയ്യും, പൈസ കിട്ടുകയും ചെയ്യുമല്ലോ എന്നുള്ള മെനക്കെടാതെ, ശരീരം വേർക്കാതെ, അധ്വാനിക്കാതെ ഒക്കെ പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് കരുതുന്ന ഒരുപാട് അവളുമാർ ഈ രംഗത്തേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇതിനെ വിമർശിക്കുക തന്നെ ചെയ്യണം, സപ്പോർട്ട് ചെയ്യാതിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അക്കൗണ്ട് പൂട്ടിപ്പോകണം. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് ദോഷം ചെയ്യും. എന്തായാലും രേണുസുധിയുടെ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഓരോ രീതിയിലുള്ള കുത്സിത വീഡിയോകൾ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നാവിട്ട് കാണിക്കുന്ന ഈ പരിപാടിയാണ് ഈ പുള്ളിക്കാരത്തി. അതിന് കുറേ ന്യായീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടും ഉണ്ട്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളും നിങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.